ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ഗരുഡൻ ആനയെ ഭക്ഷിച്ചതാണ്. കശ്യപന് വിനീതയിൽ ജനിച്ച പുത്രനാണ് ഗരുഡൻ. ഒരു പന്തയത്തിൽ തോറ്റ വിനീത കദ്രുവിന്റെ ദാസിയായി കഴിയുകയായിരുന്നു. ദാസ്യം ഒഴിയണമെങ്കിൽ ദേവലോകത്ത് നിന്ന് അമൃത് കൊണ്ടുവന്ന് കദ്രുവിനും മക്കൾക്കും കൊടുക്കണം. അമൃത് കൊണ്ടുവരാൻ ഗരുഡൻ ആകാശത്തിലേക്ക് പറന്നുയർന്നു. വഴിക്ക് ഗരുഡന് വല്ലാത്ത വിശപ്പ് അനുഭവപ്പെട്ടു. അവൻ ഗന്ധമാദന പർവ്വതത്തിൽ ഇറങ്ങി. അവിടെ തപസ്സു ചെയ്യുകയാണ് ഗരുഡന്റെ അച്ഛൻ കശ്യപൻ. അച്ഛാ, വിശപ്പിന് എന്തെങ്കിലും തരണം, ഗരുഡൻ ആവശ്യപ്പെട്ടു. കുഞ്ഞെ, പണ്ടൊരു മുനി ഇവിടെ വസിച്ചിരുന്നു, വിഫാസു. അയാളും അനുജനും തമ്മിൽ സ്വത്തിനെ സംബന്ധിച്ച് വലിയ കലഹമുണ്ടായി. വിഫാസു അനുജനെ ശപിച്ച് ഒരു ആനയാക്കി മാറ്റി. അപ്പോൾ അനുജൻ ജ്യേഷ്ഠനെ ശപിച്ച് ഒരു ആമയാക്കി. എന്നിട്ട് ഈ തടാകത്തിൽ ആമയും ആനയും ഇന്നും ശത്രുക്കളായി കഴിയുകയാണ്. നീ അവരെ ഭക്ഷിച്ചാൽ നിനക്ക് ദേവന്മാരോട് യുദ്ധം ചെയ്ത് വിജയിച്ച് അമൃത് കൈക്കലാക്കാൻ കഴിയും. കശ്യപൻ പറഞ്ഞു. മകന് അമൃത് കൈക്കലാക്കാനുള്ള മാർഗമാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. അത് കേട്ടപ്പോൾ ഗരുഡൻ തടാകത്തിലെത്തി. ആനയും ആമയും അവൻ തൻ്റെ നഖങ്ങളിൽ കോർത്ത് പൊക്കിയെടുത്ത് ആകാശത്തിലേക്ക് പറന്നുയർന്നു. ഗരുഡന്റെ ചിറകടി കേട്ട് പർവ്വതങ്ങൾ വിറച്ചു. ആകാശത്ത് കൊടുങ്കാറ്റുണ്ടായി. സ്വസ്ഥമായിരുന്ന ആനയും ആമയും ഭക്ഷിക്കണം. ഗരുഡൻ അതിനു പറ്റിയ സ്ഥലം അന്വേഷിച്ചു പറന്നു നടന്നു. അവസാനം 100 യോജന വിസ്തീർണത്തിൽ ശിഖരങ്ങൾ പടർന്നു നിൽക്കുന്ന ഒരു വടവൃക്ഷം ഗരുഡൻ കണ്ടെത്തി. ഗരുഡൻ അതിൻ്റെ ഒരു കൊമ്പിൽ ചെന്നിരുന്നു. അപ്പോൾ ആനയുടെയും ആമയുടെയും ഭാരം കൊണ്ട് ആ മരക്കൊമ്പ് ഒടിഞ്ഞു. 2 മുനിമാർ തലകീഴായി തൂങ്ങിക്കിടന്ന് തപസ് ചെയ്യുന്ന മരക്കൊമ്പാണത്. അതിനാൽ അത് താഴെ വീണാൽ മഹാശാപമുണ്ടാകും. അതൊഴിവാക്കാൻ ഗരുഡൻ ആ മരക്കൊമ്പും കൊത്തിയെടുത്തുകൊണ്ട് പറക്കാൻ തുടങ്ങി. ആ വലിയ വൃക്ഷശിഖരം കൊണ്ടുവെക്കാൻ പറ്റിയ സ്ഥലം നോക്കിയാണ് ഗരുഡൻ പറക്കുന്നത്. ഗരുഡൻ വീണ്ടും പറന്ന് അച്ഛൻ്റെ അടുത്തെത്തി. അദ്ദേഹം അപേക്ഷിച്ചതിനനുസരിച്ച് മുനിമാർ ഹിമാലയത്തിലേക്ക് ഇറങ്ങിപ്പോയി. മരക്കൊമ്പ് നിക്ഷേപിക്കാൻ വേണ്ടത്ര വിശാലമായ ഒരു പർവ്വതം അച്ഛൻ ഗരുഡന് കാണിച്ചു കൊടുത്തു. ഗരുഡൻ ആ പർവ്വതത്തിൽ ചെന്നിരുന്ന് ആനയും ആമയും ഭക്ഷിച്ച് ശക്തിമാനായി. അങ്ങനെ അമൃത തേടി ദേവലോകത്തിലേക്ക് യാത്രയായി തിരിച്ചു.